നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 9, 2025 ബുധൻ. ഇന്നലെ നമ്മുടെ മാർക്കറ്റില് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിലും IT സ്റ്റോക്കുകളിലും ഉണ്ടായ റാലി മൂലവും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ട്രേഡ് താരിഫിനെ കുറിച്ച് ഉണ്ടായ പുതിയ നീക്കങ്ങളൊക്കെ നിക്ഷേപകരുടെ ആത്മവിശ്വാസം നേരിയ രീതിയിലാണെങ്കിലും മാർക്കറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് അവസാനത്തെ അരമണിക്കൂറിൽ നല്ല ഒരു റാലി നമ്മുടെ മാർക്കറ്റിൽ കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി. എന്നിരുന്നാൽ കൂടിയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 26 കോടി രൂപയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1366 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ ബൈ നടത്തുകയുണ്ടായി. ഇന്നലെ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 0.2% നേട്ടം കൈവരിച്ചുകൊണ്ട് 85.69 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഇന്നലെ 25,500 എന്ന ലെവലിന് മുകളിലായിട്ടാണ് ക്ലോസിംഗ് നടത്തിയത്. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം 25,500 എന്ന ലെവല് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. അവിടെ നിന്നും ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,400, 25,300 ലെവലുകൾ സപ്പോർട്ട് ആയിട്ട് നിഫ്റ്റിയിൽ കാണാൻ സാധ്യതകൾ ഉണ്ട്. അവിടെ നിന്ന് ഫോളായി 25,200 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി 25,500 എന്ന ലെവലിൽ ഹോൾഡ് ചെയ്ത് നിലനിൽക്കുകയാണെങ്കിൽ 25,600, 25,700 എന്ന ലെവലുകളിൽ നിഫ്റ്റി മറികടക്കാൻ സാധ്യതകൾ ഏറെയാണെന്നാണ് നിഗമനം. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷവും അമേരിക്കയിൽ പുതിയ ഡെവലപ്മെന്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്. ട്രംപിന്റെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. കോപ്പറിന് 50% ഇറക്കുമതിക്ക് കൂടുതൽ താരിഫ് ചുമത്തുമെന്നും അതുപോലെ തന്നെ ഫാർമയുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് 200% നികുതി ചുമത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന് 200% അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തുന്നതിൽ 1 വർഷത്തോളം സമയം എടുക്കാമെന്നും ഉള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഫാർമ സ്റ്റോക്സ് ഒക്കെ ഇന്നലെ ഫോൾ ആകുന്നത് കണ്ടു. അതുപോലെ തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന പുതിയ പ്രഖ്യാപനം, ഇന്നലെ അദ്ദേഹം 14 രാജ്യങ്ങൾക്ക് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കത്തുകൾ കൈമാറുകയുണ്ടായി. ഇന്നലെ അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി, ഒരു കത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ഡീൽ തന്നെയാണെന്ന്. കാരണം അദ്ദേഹം പറഞ്ഞു, ഓരോ രാജ്യങ്ങളുമായി ഇനി വിളിച്ച് നെഗോസിയേഷനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, സമയം നീണ്ടുപോയിരിക്കുന്നു, 200-ലേറെ രാജ്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി ഏകപക്ഷീയമായിട്ട് അമേരിക്ക ഓരോ രാജ്യങ്ങൾക്കും എതിരെയുള്ള അഡീഷണൽ താരിഫ് കത്ത് മുഖേന അറിയിക്കുമെന്ന്. ഇന്നലെ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ വീണ്ടും അദ്ദേഹം ഭീഷണി മുഴക്കിയിട്ടുണ്ട്. 10% അഡീഷണൽ താരിഫ് ഉണ്ടാകുമെന്ന രീതിയിൽ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവില് US ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് വ്യാപാരം തുടരുന്നു. ഇന്നലെ S&P 500-ലും നാസ്ഡാക്കിലും ഫ്ലാറ്റ് ആയ ക്ലോസിംഗ് ആണ് കാണുവാനായിട്ട് സാധിച്ചത്. ഇന്നലെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന നീക്കങ്ങളൊക്കെ ചെറിയ രീതിയിലെങ്കിലും ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അമേരിക്ക ഏകപക്ഷീയമായിട്ട് ട്രേഡ് താരിഫ് ഏർപ്പെടുത്തുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെയും ട്രേഡ് താരിഫ് കൊണ്ടുവരുമെന്ന ഭീഷണി അവിടുത്തെ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ ഒരു മോശമായ പെർഫോമൻസ് കണ്ടത്. യൂറോപ്യൻ മാർക്കറ്റ്സ് മൂന്നും ഇന്നലെ 0.5%-ലേറെ നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചു. ട്രംപിന്റെ ഭാഗത്തു നിന്നും വന്ന നീക്കങ്ങളെ തുടർന്ന് നിക്ഷേപകരിൽ വന്ന ആത്മവിശ്വാസത്തിലുണ്ടായ നേരിയ വർധനവാണ് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റും കൊറിയൻ മാർക്കറ്റും ഓപ്പൺ ആണ്. ജപ്പാൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ട് വ്യാപാരം തുടരുന്നു. തത്സമയം കൊറിയൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലിലും നേരിയ ഉയർച്ച കാണുന്നുണ്ട്. ഗോൾഡിലും നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ന് മെയിൻ ആയിട്ടുള്ള ഗ്ലോബൽ ഇവന്റ്സ്, നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ സമയം രാത്രി 11:30 കൂടിയിട്ട് FOMC മിനിറ്റ്സിന്റെ റിലീസ് ഉണ്ട്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്കും ഡോക്ടർ റെഡ്ഡീസ് ADR-ഉം ഇന്നലെ നഷ്ടത്തോടു കൂടി അമേരിക്കയിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ ADR-കൾ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.93 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 25,500 എന്ന നിലയിലും. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ
ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഇന്നലത്തെ അവസാന നിമിഷത്തെ റാലിയോട് കൂടിയിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും അനുഭവപ്പെടുന്നത്. 25,400 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. തത്സമയം അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നടന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.97 ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 57,000 എന്ന നിലയിലും. ബാങ്ക് നിഫ്റ്റിയിലും ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 56,400 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. 57,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് സൈഡിലേക്കും റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. MCX ജൂലൈ 10 ഇലക്ട്രിസിറ്റി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ലോഞ്ച് ആകുന്നു എന്നുള്ള വാർത്തകൾ. ക്രിസന ഡയഗ്നോസ്റ്റിക്സ് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് രാജസ്ഥാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മൊത്തം സംസ്ഥാനത്തിലും ഡയഗ്നോസ്റ്റിക് സർവീസുകൾ തുടങ്ങുവാനുള്ള അനുമതി ലഭിച്ചു എന്നുള്ള വാർത്തകൾ. ACME സോളാർ എലാറ ക്യാപിറ്റൽ സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 27% അപ്സൈഡ് ആണ് പ്രതീക്ഷിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് 325 ആയിട്ടും നൽകിയിട്ടുണ്ട്. ആദിത്യ ബിർള സൺ ലൈഫ് AMC കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ജൂലൈ 26 വ്യാഴാഴ്ച Q1 റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുമെന്ന്. എൽസിഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി 25 രൂപ ഡിവിഡൻഡ് പെർ ഷെയർ പ്രഖ്യാപിക്കുകയുണ്ടായി. ജൂലൈ 23, 2025 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. നവീൻ ഫ്ലോറൈൻ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി 750 കോടി രൂപ ഫണ്ട് റേസ് ചെയ്യുവാൻ ബോർഡ് അംഗീകാരം നൽകി എന്നുള്ള വാർത്ത. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഗ്ലോബൽ ബ്രോക്കറേജിംഗ് സ്ഥാപനമായ JP മോർഗൻ സ്റ്റോക്കിനെ ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 22% അപ്സൈഡ് ആണ് അവരുടെ അഭിപ്രായ പ്രകാരം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. 6,105 രൂപ പെർ ഷെയർ എന്ന ടാർഗറ്റ് പ്രൈസും നൽകിയിട്ടുണ്ട്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.